ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. 28ാം വർഷത്തിൽ അക്ഷരനിറവിൽ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം ആരംഭിച്ചു. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വിനോദത്തിന്റെയും ചരിത്രവും വർത്തമാനവും ഭാവിയും പെറുക്കിക്കൂട്ടിയിരിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളിൽ നിന്നും തനിക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാൻ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നവംബർ 1 മുതൽ 10 വരെ നടക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. പുസ്തകോത്സവ സമിതി ചെയർമാൻ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് അധ്യക്ഷത വഹിച്ചു. സഭയിൽ ബംഗാൾ ഗവർണറും എഴുത്തുകാരനുമായ ഡോക്ടർ CV ആനന്ദബോസിനെ ഉത്തർപ്രദേശ് ഗവർണർ आनंदीबेन पटेल मलयाला रत्न पुरस्कार समर्पिച്ചു. पुस्तक केवल कागज पर लिखे हुए शब्द नहीं होते, बल्कि वे हमारी आत्मा के दर्पण होते हैं. पुस्तक हमें कल्पना के नए आयाम देती है, विचारों में गहराई लाती है और जीवन जीने की एक दिशा बताती है. किंतु आज की तेज रफ्तार जिंदगी और डिजिटल साधनों के कारण the Honorable Governor of Bengal, and in the presence of one of the leaders who has won great distinction, not only for her role and for her work and for her service in Gujarat, but also as a very wise and sagacious presence in the thinking part of governance. I was also delighted to meet her daughter and to learn that she is in charge of the craft section of this festival. And I urge you all to please go and see the craft section. മുൻ കേന്ദ്രമന്ത്രി MJ അക്ബർ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ CV ആനന്ദബോസ് രചിച്ച 14 പുസ്തകങ്ങൾ കൊച്ചി മേയർ M അനിൽകുമാറിന് നൽകി പ്രകാശനം ചെയ്തു. മുതിർന്ന എഴുത്തുകാരൻ മോഹനവർമ്മ പുസ്തകോത്സവ സന്ദേശം നൽകി. ചടങ്ങിൽ ഫ്രഞ്ച് എഴുത്തുകാരി ക്ലാരാലെ മിച്ചേൽ പങ്കെടുത്തു. പുസ്തകോത്സവ സമിതി ജനറൽ സെക്രട്ടറി EM ഹരിദാസ് സ്വാഗതവും P സോമനാഥൻ കൃതജ്ഞതയും പറഞ്ഞു. ദേശീയ ഗാനത്തോടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിച്ചു. തുടർന്ന് പുസ്തകോത്സവ സ്റ്റാളുകൾ വിശിഷ്ടാതിഥികൾ സന്ദർശിക്കുകയും ചെയ്തു. അപജയത്തിലൂടെ പോകുമായിരുന്ന ജനതയെ സാംസ്കാരികമായി ഉയർത്തി എന്നുള്ളതും നിസ്തർക്കമായ വസ്തുതയാണ്. കൊച്ചിയുടെ സാംസ്കാരിക പെരുമ ഉയർത്തിയതിൽ കൊച്ചി പുസ്തകോത്സവത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അന്തസ്സും അഭിജാത്യവും തുളുമ്പുന്ന വിവിധങ്ങളായ പരിപാടികളുടെ ന്യൂസ് ബ്യൂറോ, കൊച്ചി.